എൻ്റെ കഴിഞ്ഞ 18 വർഷത്തെ എക്സ്പീരിയൻസിനുള്ളിൽ ഒരുപാട് NRIസിൻ്റെ വർക്കുകൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ഒരു കസ്റ്റമറിൻ്റെ സ്റ്റോറി ഞാൻ പറയാം. ഒരു ദിവസം എനിക്ക് കുവൈറ്റിൽ നിന്നൊരു കോൾ വന്നു. ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ് അദ്ദേഹം. എറണാകുളത്ത് തന്നെ സെറ്റിൽഡാണ്. അദ്ദേഹത്തിനൊരു പുതിയ വീട് പണിയണം. അപ്പോൾ അങ്ങനെ എന്നെ കണക്ട് ചെയ്തു. ഞങ്ങളൊരു മീറ്റിംഗ് ഒരു ദിവസം മീറ്റ് ചെയ്തു. എൻ്റെ ഓഫീസിൽ വന്ന് ഞങ്ങൾ ഫുൾ ഡേ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ റിക്വയർമെൻറ്റ്, അദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സ്, എന്തൊക്കെയാണ് അദ്ദേഹത്തിന് ഫ്യൂച്ചർ വേണ്ടത്, ഏത് ഡിസൈനാണ്, കൺസെപ്റ്റ് എന്താണ്, അങ്ങനെ ഒരുപാട് ഡീറ്റെയിലേക്ക് ഞങ്ങൾ ഫുൾ ഡേ ഇരുന്ന് ഡിസ്കസ് ചെയ്തു. ഞങ്ങൾ ഓൾമോസ്റ്റ് അദ്ദേഹത്തിന് വേണ്ട പ്ലാനിലേക്ക് എത്തി. അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും വളരെ കൺവീനിയൻ്റായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. അദ്ദേഹം വളരെ ഹാപ്പി ആയിരുന്നു. പക്ഷേ ഒരു കാര്യം അദ്ദേഹം ലാസ്റ്റിൽ എന്നോട് പറഞ്ഞു, ഞാൻ ഈ വർക്കുകളൊക്കെയും നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ ഒരു പ്രശ്നം എനിക്കുണ്ട്. എനിക്കിവിടെ ആരും എൻ്റെ ഇതൊന്ന് സൈറ്റിൽ പോയി എക്സിക്യൂട്ട് ചെയ്യുവാനോ ഇതിൻ്റെ ക്വാളിറ്റി അനലൈസ് ചെയ്യുവാനോ നിങ്ങൾ ചെയ്യുന്ന വർക്കിൻ്റെ ഒരു അഷുറൻസ് എനിക്ക് ഒന്ന് ഫീഡ്ബാക്ക് തരാനോ ഇവിടെ ആരുമില്ല. അമ്മ പ്രായമായതാണ്. അപ്പം റിലേറ്റീവ്സ് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. പക്ഷേ അവരെ ഒന്നും ഒരു ബേർഡൻ ഏൽപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. പക്ഷേ അതേപോലെ ഫുൾ മാനേജ്മെൻറ്റ് സിസ്റ്റം നിങ്ങൾക്കുണ്ടോ എന്നുള്ളതായിരുന്നു അയാളുടെ ഒരു മെയിൻ കൺസേൺ. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം ഞങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് അദ്ദേഹം വെച്ചിരിക്കുന്നത്. കാരണം എൻഡ് സൊല്യൂഷൻ ഞങ്ങൾക്ക് ഒരു NRIസിന് കൊടുക്കാമെന്ന് പറയുന്നിടത്തോളം ഒരു സാറ്റിസ്ഫാക്ഷൻ ഞങ്ങൾക്ക് വേറൊന്നുമില്ല. കാരണം NRIs ഏറ്റവും ബുദ്ധിമുട്ടുന്നത് നാട്ടിൽ ആരെ ഏൽപ്പിക്കും, ആരാണ് വിശ്വസ്തർ, ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ, അതായത് ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണോ അത് നോക്കി മനസ്സിലാക്കി അതേ ഒരു ഞങ്ങളുടെ ആ ഷൂവിൽ നിന്നുകൊണ്ട് ചിന്തിക്കുന്ന ആൾ ഞങ്ങൾക്ക് കിട്ടുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ള പല ബിറ്റർ എക്സ്പീരിയൻസ് ഞങ്ങളോട് ഷെയർ ഉണ്ടായി. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ മൈൻഡിലുള്ള എന്തൊക്കെയാണ് കടന്നു പോകുന്നത്, എന്താണ് അയാൾക്കുള്ള കൺസേൺ. ഈ 4500 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് പണിയുമ്പോൾ ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വീട്ട് ഉടമ എന്നുള്ള നിലയിൽ എന്തൊക്കെ കൺസേൺ ആണ് അദ്ദേഹം ചിന്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഒരു പരിധി വരെ മനസ്സിലാക്കാൻ പറ്റും. അന്നേരപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിന് 100% ഒരു പ്രോമിസ് ചെയ്തു, നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ പ്രയാസപ്പെടേണ്ട, ഞങ്ങളുണ്ട് എന്നുള്ള ഒരു ആൾക്കൊരു പ്രോമിസ് കൊടുത്തൊരു വാക്ക് കൊടുത്തു. പക്ഷെ അത് പാലിക്കാൻ ഞങ്ങൾക്ക് അങ്ങേറ്റം ദൈവം ഞങ്ങളെ സഹായിച്ചു. ഞങ്ങൾ ആദ്യം തുടക്കം മുതൽ ആ പ്ലോട്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു കണ്ടമാണ്. ആ കണ്ടത്തിൽ നിന്ന് ഞങ്ങൾ പൈലിംഗ് ചെയ്ത് 42 പൈലുണ്ട്. ആ ഒരു മൾട്ടി പൈലിംഗ് വരെ അവിടെ ഉണ്ടായിരുന്നൊരു സൈറ്റാണ്. അത് ചെയ്ത് വളരെ ചാലഞ്ച്. കാരണം അദ്ദേഹം ഇവിടെ ഇല്ല, അദ്ദേഹത്തിൻ്റെ ഒരാളും നോക്കാനില്ല. പക്ഷേ ഡേ ടു ഡേ ഒരു അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രാക്ടിക്കലല്ല. ഞങ്ങൾ എവരി വീക്കെൻഡ് ഞങ്ങൾ സൈറ്റിലെ ഫോട്ടോസ് എടുത്ത് അപ്ലോഡ് ചെയ്യും, റിപ്പോർട്ട് കൊടുക്കും. ഇങ്ങനെയാണ് വർക്കിൻ്റെ പ്രോഗ്രസ്. അദ്ദേഹത്തിൻ്റെ ലീവ് എടുത്ത് വരാറുണ്ട്. പക്ഷേ വരുമ്പോഴും ഞങ്ങൾ എന്താണ് അവിടെ പറയുന്നത്, ഞങ്ങൾ വാക്കാൽ പറയുന്നത് തന്നെയാണോ അതോ പ്രാക്ടിക്കലി സൈറ്റിൽ വരുമ്പം കാണുന്നത്, ഞങ്ങൾ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നത് തന്നെയാണ് സൈറ്റിൽ വരുന്ന കാണുന്നത്. മെറ്റീരിയലിൻ്റെ ഇപ്പം എംസാൻഡ് റോ മെറ്റീരിയൽസ് ഉണ്ട്, സിമെൻറ്റ്, ഏത് ബ്രാൻഡാണ് ഞങ്ങൾ പറയുന്നത് അത് തന്നെയാണോ സൈറ്റിൽ, ഇതെല്ലാം അദ്ദേഹത്തിന് വളരെ ക്ലിയർ പിക്ചർ ഞങ്ങളിവിടെ കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ വളരെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഞങ്ങൾ ഓരോ സ്റ്റേജും, ഇപ്പം പൈലിംഗ് സ്റ്റേജ് കഴിഞ്ഞു, ഫൗണ്ടേഷൻ കഴിഞ്ഞു, ബ്രിക്ക് വർക്ക്, ക്യൂരിങ്, RCC ഫസ്റ്റ് ഫ്ലോറ്, സെക്കൻഡ് ഫ്ലോറ്, പ്ലാസ്റ്റിങ്, പുട്ടിയിടൽ, വാട്ടർ ലെവലിങ്, പ്ലംബിങ്, ഇലക്ട്രിക്കലിനൊക്കെ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട്, കാരണം ഇലക്ട്രിക്കൽ വർക്കുകളൊക്കെ നടക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇൻറ്റീരിയറിൻ്റെ കൂടെ കണ്ടുകൊണ്ടാണ്. കാരണം വീണ്ടും ഇൻറ്റീരിയർ ഡിസൈനിങ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് റീഡു ചെയ്യാനോ പോയിൻറ്റ്സുകളെല്ലാം മാറ്റാനോ അഡീഷണൽ പോയിൻറ്റ്സ് ഇടാനോ ഡിലീഷനോ ഒന്നും വരരുത്. അങ്ങനെ ഞങ്ങൾ വളരെ കോൺസെൻട്രേറ്റ് ചെയ്താണ് ഇലക്ട്രിക്കൽ പ്ലാൻ വരെ ചെയ്യുന്നത്. അദ്ദേഹമായിട്ട് വളരെ ഡീപ്പായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്താണ് ഇലക്ട്രിക്കൽ ലേ ഔട്ടുകൾ തന്നെ ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്ലംബിങ്, അതിൻ്റെ വെറ്റ് ഏരിയ, ഡ്രൈ ഏരിയ, സ്ലോപ്പ്, ഇതെല്ലാം ഞങ്ങൾ എവരി കോർണർ ഞങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്യുകയും അദ്ദേഹം വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഈവൻ ടൈലിൻ്റെ സെലക്ഷൻ സമയത്ത് ഞങ്ങൾ വിളിച്ചു വന്നു. അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത്, അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് ഇഷ്ടമുള്ള, വൈഫിന് ഇഷ്ടമുള്ള എല്ലാം ഞങ്ങൾ സെലക്ട് ചെയ്ത് വളരെ പ്രോപ്പർ വേയിൽ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു. അതേപോലെ തന്നെ ഇൻറ്റീരിയറിൻ്റെ സമയത്ത് ഇതേപോലെ തന്നെയാണ്. അദ്ദേഹത്തിന് എന്താണ് ഇഷ്ടം, ഇൻറ്റീരിയറിൻ്റെ ഒരു വാവ് ലുക്ക് മാത്രം പോരാ, കാണാൻ ഭംഗി എന്ന് പറയുന്നത് നമുക്ക് ആർക്കും കൊടുക്കാം. പക്ഷേ പ്രാക്ടിക്കാലിറ്റി, ഫങ്ഷണാലിറ്റി, ഇതെല്ലാം വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഒരു പരിധി വരെ ഒരു വാവ് ഫീൽ കൊണ്ടുവരുന്നത് പറയുമ്പോൾ കാണാൻ ആദ്യം ഒരു 1-2 മാസമൊക്കെ നമുക്ക് വളരെ ഭംഗി തോന്നും. പക്ഷേ മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ യൂട്ടിലിറ്റിയും ഫങ്ഷണാലിറ്റിയുമാണ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. പ്രത്യേകിച്ചും കിച്ചൺ, നമ്മുടെ ബെഡ്റൂം, ലിവിങ്, ഇങ്ങനെ എല്ലാ ഏരിയകളിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം ഞങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം ഞങ്ങളുടെ ടീം ഒരുമിച്ച് നിന്ന് ഞങ്ങൾ വളരെ പാഷനായിട്ട് നിന്ന് വർക്ക് ചെയ്തു കൊടുത്തും ഹാൻഡ് ഓവർ ചെയ്തു. അദ്ദേഹം വിചാരിച്ച സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ വെക്കേഷൻ ടൈമിൽ വന്ന് 2 മാസം ഹൗസ് വാമിംഗ് നടത്തി താമസിച്ച് വളരെ ഹാപ്പി ആയിട്ട് ഞങ്ങൾക്ക് ഇപ്പോഴും ആ റിലേഷൻ ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതും ഇതേപോലെ തന്നെ നിങ്ങളും ആരെ
ഞങ്ങളുടെ വീട് ഏൽപ്പിക്കേണ്ടത്, എങ്ങനെ ഏൽപ്പിക്കും, ആരാണ് ഞങ്ങൾക്ക് വളരെ സിൻസിയറായിട്ട് ഒന്ന് വർക്ക് ചെയ്ത് തരുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യുന്ന ഒന്നും ഞങ്ങൾ ഔട്ട്സോഴ്സിങ് ഇല്ല, എല്ലാം ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ഫാക്ടറി തന്നെ ഞങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്നതാണ്. ഇൻറ്റീരിയർ ആയാലും ജോയിനറി ആയാലും ഡോർ ഫ്രെയിം, വിൻഡോ ഫ്രെയിമുകൾ, എന്തും എല്ലാ സാധനവും ഒരു വീടുമായിട്ട് ബന്ധപ്പെട്ട ഒന്നും ഔട്ട്സോഴ്സ് ഞങ്ങൾ ചെയ്തില്ല. എല്ലാം ഞങ്ങളുടെ ഇൻഹൗസും ഞങ്ങളുടെ ഡിസൈനേഴ്സ്, ഞങ്ങളുടെ എഞ്ചിനീയർ, ഞങ്ങളുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് എല്ലാം ഞങ്ങൾക്ക് സ്വന്തം എന്ന് അഭിമാനിക്കാവുന്നതും. അതിനുശേഷം ഹാൻഡ് ഓവർ ചെയ്തതിന് ശേഷമുള്ള സർവീസ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും ഞങ്ങളെ വിളിക്കാം. NRIസിന് കൂടുതലും ഞങ്ങളുടെ എക്സ്പീരിയൻസ് അവർ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് ഇൻഫർമേഷൻ തരും, ഞങ്ങൾ വരുന്നുണ്ട്, ഇന്ന ഏരിയയിലൊന്ന് നോക്കണം, വരണം. അപ്പോൾ ഇപ്പോഴും ഞങ്ങളൊരു ഫാമിലി മെമ്പേഴ്സിനെ പോലെ ഈ 18 വർഷം മുമ്പുള്ള കസ്റ്റമേഴ്സും പ്രത്യേകിച്ച് എനിക്ക് എടുത്ത് പറയാനുള്ള NRIs ആണ്. ഒരു ഫാമിലി പോലെ ഞങ്ങൾ ആ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുവാനും അവരുടെ ആ സന്തോഷത്തിൽ ഞങ്ങൾക്കും പങ്കുചേരുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ള വലിയൊരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് അവരുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ഉണ്ടായി. ഇങ്ങനെ അനേക സ്റ്റോറികളുണ്ട്. ഞങ്ങൾ സമയം പോലെ നിങ്ങളോട് എല്ലാം ഷെയർ ചെയ്യാം.